ഗാസയിൽ അതിക്രൂരമായ മനുഷ്യക്കുരുതി നടത്തുന്ന ഇസ്രായേലിന് വീണ്ടും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഹമാസ്. കഴിഞ്ഞ ദിവസം നേരിയ രീതിയിലെങ്കിലും തിരിച്ചടിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഹമാസ് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകുന്നത്. ആക്രമണം അവസാനിപ്പിച്ച് ഗാസയിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ 2 ബന്ദികളുടെ ജീവൻ അപകടത്തിലാകുമെന്നാണ് മുന്നറിയിപ്പ്. ബന്ദികളിൽപ്പെട്ട ഒമ്രി മിരാൻ, മദൻ ആംഗ്രസ്റ്റ് എന്നിവരെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലത്തെ പോരാളികളുമായുള്ള ആശയവിനിമയം നഷ്ടമായി എന്നും ഇസ്രായേൽ ആക്രമണത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ അവർക്ക് എന്ത് സംഭവിക്കുമെന്ന് പറയാനാകില്ല എന്നും ഹമാസിന്റെ ഖാസിം ബ്രിഗേഡ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം വെടിനിർത്തൽ ഉടനെന്ന് പറയുമ്പോഴും ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടില്ല എന്നും ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട്. പലസ്തീൻ അടക്കം മധ്യേഷ്യയിൽ അശാന്തിയുടെ കാർമേഘങ്ങൾ ഒഴിയുന്നേ ഇല്ല എന്നാണ് പുതിയ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. മനുഷ്യത്വരഹിതമായ കൂട്ടക്കുരുതിയാണ് ഇസ്രായേൽ അധിനിവേശ സൈന്യം ഗാസയിൽ നടത്തുന്നത്. ഗാസയിലെ സൗത്ത് റോഡ് 8 നിന്ന് അധിനിവേശ സൈന്യം പിന്മാറിയില്ലെങ്കിൽ ഭവിഷ്യത്ത് ഗുരുതരമാകുമെന്നും 2 ബന്ദികളുടെ ജീവൻ അപകടത്തിലാകുമെന്നുമുള്ള മുന്നറിയിപ്പ് ലഭിച്ചിട്ടും ഇസ്രായേൽ പിന്മാറിയിട്ടില്ല. ഗാസയിൽ ഓരോ ദിവസവും ഡസൻ കണക്കിന് മനുഷ്യരെയാണ് ഇസ്രായേൽ സേന കൊലപ്പെടുത്തുന്നത്. ഒരു വെടിനിർത്തൽ നിർദ്ദേശങ്ങളും പാലിക്കാൻ ഇന്നുവരെ ഇസ്രായേൽ തയ്യാറായിട്ടില്ല. അന്താരാഷ്ട്ര വിമർശനം ഏറ്റുവാങ്ങിയിട്ടും ലോകത്തിന് മുന്നിൽ ഒറ്റപ്പെട്ടു പോയിട്ടും പലസ്തീനിലെ വംശീയ ഉന്മൂലനം അവസാനിപ്പിക്കാൻ തയ്യാറല്ല എന്ന നിലപാടിലാണ് ബെഞ്ചമിൻ നെതന്യാഹുവും ജൂതരാഷ്ട്രവും. ലോക ഭൂപടത്തിൽ ഇനി പലസ്തീൻ എന്നൊരു നാടുണ്ടാകില്ല എന്ന് നെതന്യാഹു പലകുറി ആവർത്തിച്ചതാണ്. ഗാസ സിറ്റി പിടിച്ചെടുത്ത് അവിടെ കുടിയേറ്റക്കാർക്ക് സ്ഥലം അനുവദിക്കാനാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ 2 വർഷമായി തുടരുന്ന കൂട്ടക്കുരുതിക്കെതിരെ ലോകം മുഴുവൻ രംഗത്ത് വന്നിട്ടും ഇസ്രായേൽ വഴങ്ങാത്തതിന്റെ കാരണവും ഇതാണ്. ഗാസയിൽ അധികം താമസിയാതെ വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട്. ഇതിനായി തനിക്ക് 21 നിർദ്ദേശ തത്വങ്ങൾ ഉണ്ട് എന്നും ട്രംപ് പറയുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ തങ്ങൾക്ക് അറിവൊന്നുമില്ല എന്നും ഒരു നിർദ്ദേശവും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുമാണ് ഹമാസ് അറിയിച്ചിട്ടുള്ളത്. ഇസ്രായേൽ ഗാസയിൽ നിന്ന് സൈനികരെ പിൻവലിക്കും, പലസ്തീനി തടവുകാരെ വിട്ടയക്കും, പകരം ഹമാസ് ഇസ്രായേലി ബന്ധുക്കളെ വിട്ടയക്കും. ഈ രീതിയിലുള്ള വെടിനിർത്തലിന് ഹമാസ് സമ്മതം മൂളിയതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച ഒരറിവും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് ഹമാസിന്റെ വാദം. അമേരിക്ക വെടിനിർത്തലിന് ഇടപെടുന്നത് 2 പ്രധാന ഉപാധികളുമായാണ്. ഒന്ന്, ഗാസ സിറ്റി ഇസ്രായേലുമായി കൂട്ടിച്ചേർക്കുന്നതിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണം, സൈനികരെ പിൻവലിക്കുകയും വേണം. പകരം ഹമാസിനെ നിരായുധീകരിച്ച് ഗാസയിൽ നിന്ന് പുറത്താക്കി ഗാസയിലെ ഹമാസ് ഭരണം സമ്പൂർണ്ണമായി അവസാനിപ്പിക്കും. എന്നാൽ ഈ നിർദ്ദേശങ്ങളൊന്നും ഹമാസിന് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ട്രംപിന്റെ പദ്ധതികളെക്കുറിച്ച് ഇസ്രായേലും പ്രതികരിച്ചിട്ടില്ല. വെടിനിർത്തൽ ഉപാധികളായി ട്രംപ് പറയുന്ന 21 നിർദ്ദേശങ്ങളിൽ ഒന്ന് ഗാസയിൽ ഗവർണർ ഭരണം ഏർപ്പെടുത്തുന്നതാകുമെന്നാണ് സൂചന. മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ഗവർണർ ജനറൽ പദവി വഹിക്കുമെന്നാണ് സൂചന. കൂട്ടനശീകരണായുധങ്ങൾ കൈവശം വെച്ചെന്നാരോപിച്ച് US നേതൃത്വത്തിലുള്ള സഖ്യസേന 2023 ഇറാഖിനെ ആക്രമിച്ചിരുന്നു. അന്ന് ബ്രിട്ടന്റെ ചുമതല വഹിച്ചിരുന്നത് ബ്ലെയർ ആയിരുന്നു. ഇറാഖിനും സദ്ദാം ഹുസൈനുമെതിരായ ആരോപണം നുണയാണ് എന്ന് പിന്നീട് തെളിയുകയും ചെയ്തതാണ്. അന്ന് യുദ്ധക്കുറ്റവാളിയെന്ന് അറബ് രാഷ്ട്രങ്ങൾ കുറ്റപ്പെടുത്തിയ അതേ ബ്ലെയർ തന്നെ പലസ്തീനിൽ നിന്ന് ഹമാസിനെ പുറത്താക്കി പകരമെത്തുന്ന രാജ്യാന്തര ഭരണത്തിന് നേതൃത്വം നൽകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ബ്ലെയറിന്റെ ഭരണത്തിനൊപ്പം മറ്റു ചില നിർദ്ദേശങ്ങൾ കൂടി ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൽ പ്രധാനം പലസ്തീനി ഇസ്രായേലി തടവുകാരുടെ മോചനമാണ്. പകരം സഹായം ഗാസയിലേക്ക് കടത്തിവിടുകയും ചെയ്യും. അതിനിടെ കഴിഞ്ഞ ദിവസം ട്രംപ് നടത്തിയ മറ്റൊരു പ്രസ്താവനയും ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. മധ്യപൂർവ്വദേശത്തിനായി ഒന്നിച്ചു നിൽക്കാനുള്ള അവസരം കൈവന്നിരിക്കുകയാണ് എന്നും നമ്മൾ അത് പൂർത്തിയാക്കുമെന്നുമുള്ള വാക്കുകൾ അന്താരാഷ്ട്ര വിദഗ്ധർ ഏറെ താല്പര്യത്തോടെ തന്നെ നോക്കിക്കാണുകയാണ്. നെതന്യാഹു വൈറ്റ് ഹൗസിൽ എത്തുന്നതിന് മുന്നോടിയായാണ് ഈ പ്രസ്താവന എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. പക്ഷേ അപ്പോഴും നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതിന്റെ വിശദാംശങ്ങളൊന്നും ട്രംപ് പങ്കുവെക്കാത്തത് ഒരു സസ്പെൻസ് നിലനിർത്തുന്നുണ്ട്. നേരത്തെ ഗാസയുടെ കാര്യത്തിൽ ഒരു കരാറിലെത്താനുള്ള സാധ്യതയെക്കുറിച്ച് ട്രംപ് പറയുകയും ചെയ്തിരുന്നു. ട്രംപ് പറഞ്ഞ 21 നിർദ്ദേശ കരാറും ബന്ദിമോചനവും കൈമാറ്റവുമെല്ലാം ഉൾപ്പെട്ടതായാണ് സൂചന. അറബ് രാഷ്ട്രങ്ങൾ മുൻകൈയെടുത്താണ് 21 കരാർ തയ്യാറാക്കിയത്. ഗാസയുടെ കാര്യത്തിൽ പ്രത്യേകമായി എന്തോ വരാനുണ്ട് എന്ന് ട്രംപ് ആവർത്തിക്കുകയും ചെയ്യുന്നു. അതേസമയം ഗാസ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ട്രംപുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞുവെങ്കിലും അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ട്രംപ് പങ്കുവച്ച അത്ര ശുഭാപ്തി വിശ്വാസം നെതന്യാഹു പ്രകടിപ്പിച്ചിട്ടില്ല. 2023 ഒക്ടോബർ 7 മുതൽ ഇസ്രായേൽ നടത്തുന്ന ഗാസയിലെ കൂട്ടുകുരുതിയിൽ ഇതുവരെ മരണസംഖ്യ 66,000 പിന്നിട്ടു. ഇന്നലെ 77 പേർ കൂടി മരിച്ചതോടെ ഗാസയിൽ ആകെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 66,005 ആയി.
നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പിൽ 2 തവണകളിലായി നടത്തിയ ആക്രമണത്തിൽ 22 പേർ കൊല്ലപ്പെട്ടു. ആദ്യ ആക്രമണത്തിൽ വീടിനുമേൽ ബോംബ് വർഷിച്ച് കുടുംബത്തിലെ 9 പേരെയും മറ്റൊരു സമാന ബോംബിങ്ങിൽ സ്ത്രീകളും കുട്ടികളുമടക്കം 13 പേരുമാണ് കൊല്ലപ്പെട്ടത്. അഭയാർത്ഥികൾ കഴിഞ്ഞ വീട് ആക്രമിച്ച് 5 പേരെയും ഇസ്രായേൽ കൊന്നു. ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ അൽ ഷിഫ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ടാങ്കുകളും കവചിത വാഹനങ്ങളും നീങ്ങുന്നത് ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. 159 രോഗികളാണ് ഇവിടെ ചികിത്സയിലുള്ളത്. എന്തായാലും ഇനി ഗാസയിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്.